ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്ലീറ്റഡ് കുർത്തി, ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തി നമ്മൾ കട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാനായിട്ടാണ്. നമുക്ക് അപ്പോൾ സ്റ്റിച്ചിങ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അത് ഞാൻ സ്റ്റിഫിലാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇപ്പോൾ ആദ്യം നമ്മൾ അതിൽ ഗ്ലൈസിംഗ് ഉള്ള ഭാഗമുണ്ട്, അത് അകത്താക്കിയിട്ട് ഇങ്ങനെ ഗ്ലൈസിംഗ് ഇല്ലാത്ത ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം. ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് കിടക്കുന്നത്, അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ വരക്കണം. അതിനുശേഷം ഞാൻ നെക്ക് വിട്ട് കൊടുക്കുന്നത് 3.5 സാധാരണ ഞാൻ 3 കൊടുക്കുന്നത്. ഇത് വി നെക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വി നെക്ക് ചെയ്യുമ്പോൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം, എന്നാലേ നമുക്ക് വിരിഞ്ഞ് കിട്ടത്തുള്ളൂ. 3.5 ഞാൻ കൊടുക്കുന്നത്. 3.5 നെക്ക് വിട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത് സാധാരണ നമ്മൾ കഴുത്ത് അളന്നെടുക്കുമ്പോൾ കിട്ടുന്നതിൽ നിന്നും 1 ഇഞ്ച് കൂട്ടി വേണം വി നെക്കിന് എടുക്കാൻ. ഞാൻ സാധാരണ നെക്ക് അളന്നിടുമ്പോൾ എനിക്ക് 6 വരാറുള്ളത്. അപ്പോൾ ഞാൻ വി നെക്ക് ആയതുകൊണ്ട് 1 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ എടുക്കണം, എങ്കിൽ മാത്രമേ അത് ഇടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇങ്ങനെ 3.5 ഇങ്ങോട്ട് 3.5 ഇങ്ങോട്ടും 7 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് ഒരു സ്ക്വയർ ആക്കി വരക്കുന്നുണ്ടേ. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വി ഇങ്ങനെ നമ്മളിങ്ങനെ വരക്കുന്നു. അതായത് ഈ കഴുത്തകലത്തിൽ നിന്നും ഈ ഇറക്കത്തിലേക്ക് വി ഇങ്ങനെ അടയാളപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒതുങ്ങിയ വി വേണ്ട, ഇച്ചിരി വൈഡായിട്ടുള്ള വിരിഞ്ഞുള്ള വി ആണ് എനിക്ക് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ ഫ്രഞ്ച് കർവ് എടുക്കും. ഫ്രഞ്ച് കർവ് ഇല്ലാത്തവർ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വൈഡാക്കി ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ വൈഡാക്കി വരച്ചാൽ മതി. ഞാനിപ്പോൾ ഫ്രഞ്ച് കർവ് ഉള്ളതുകൊണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. അപ്പം ഇങ്ങനെ ചെയ്യുക, കുറച്ചും കൂടെയൊക്കെ വൈഡായി കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇത്രയും വേണ്ട, ഈ എൻഡിലേക്ക് ഒരു വിയുടെ ഷേപ്പാക്കി എടുക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു വി, എനിക്കിങ്ങനെ കുടുങ്ങി കിടക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വി ചെയ്യുന്നത്. ഈ വി മതി. അതിനുശേഷം നമ്മൾ ഇവിടോട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു 3/4 ഇഞ്ചോ അല്ലോ 1 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടം, അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കുക. അതിനിപ്പോൾ കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല, നമ്മളൊരു ഉദ്ദേശത്തിന് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാതെ വി ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമ്മൾ ഈ പുറത്തുകൂടെ, അപ്പോൾ ഞാനിവിടെ ഒരു ബ്രിഡ്ജ് ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് ഇടണം, കാര്യം ഈ നെക്ക് മാറിപ്പോകാതിരിക്കും. ഈ നമ്മൾ ഒട്ടിക്കുമ്പം നമുക്കത് ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ കഴുത്തകലൊന്നും മാറിപ്പോകത്തില്ല. ഞാൻ വെട്ടുമ്പോൾ കാണിക്കും. അപ്പോൾ ഞാനിത് ഈ 3/4 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തില്ലേ, അതിൽ നിന്ന് നമ്മളിങ്ങനെ ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ വെട്ടുക. എന്നിട്ട് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ട്, അത് നമുക്ക് വെട്ടി മാറ്റാം. അത് നമ്മുടെ അളവ് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഇവിടുന്നാണ് നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത്, കണ്ടോ. അപ്പോൾ ഇനി ഈ ലൈൻ ഇങ്ങോട്ട് വെട്ടിയെടുക്കാം. ഇനി ഇങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ മുട്ടുസൂചി കുത്തണം, അപ്പോൾ നമുക്ക് ഷേക്ക് ആകത്തില്ല. അല്ലെങ്കിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ബ്രിഡ്ജിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തണം. അതിന് ശേഷം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ബ്രിഡ്ജ് ഇട്ട് വെട്ടുവാണ്. ബ്രിഡ്ജ് ഇങ്ങോട്ട് ഇട്ട് വെട്ടുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു നെക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നേരെ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നേരെ ഒട്ടിച്ചെടുക്കണം. ഈ ഗ്ലൈസിംഗ് ഉള്ള ഭാഗമാണ് ഒട്ടുന്നത്, അതിങ്ങോട്ട് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് വരാതെ. അപ്പം ഞാനിത് ഒട്ടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇത് മുകൾ ഭാഗത്ത് നമുക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ അറ്റത്ത് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമ്മളിങ്ങനെ ഈ തുണി അല്പം ഇട്ടിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അരിക് ഇങ്ങനെ മടക്കി അടിക്കണം. അപ്പോൾ ഇതിൻ്റെ അരിക് വശം നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഇങ്ങനെ സെൻറ്ററായിട്ട് വെച്ചിട്ട് ഒരു മാർക്ക് ഇവിടെ നടുക്കായിട്ടൊരു നോച്ച് കൊടുക്കണം. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ 3.5 നമ്മളെടുത്തത്, അത് 3.5 ഉണ്ടോയെന്ന് ഇവിടുന്ന് ഇങ്ങനെ അളന്ന് നോക്കണം. കറക്റ്റായിട്ടില്ലെങ്കിൽ നേരെ വെക്കണം. ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ വശത്ത് വരച്ചതാണ് നോക്കേണ്ടത്. 3.5 ഉണ്ടോ.
എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ഒരു നോച്ച് ഇടണം. അപ്പോൾ സെൻറ്ററാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യോക്ക് പീസ് എടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തുണി തികയാഞ്ഞിട്ട്. അത് ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. നല്ല വശവും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇത് തന്നെ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ സെൻറ്റർ കണ്ടെത്തുക. ഇങ്ങനെ കറക്റ്റായിട്ട് സമം വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയിട്ട് അവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ സ്റ്റിഫ് വെട്ടി വെച്ചില്ലേ, അത് നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് സെൻറ്ററും കൂടി ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ സെൻറ്ററിൽ കൂടി നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നേരെ കണ്ടോ, നേരെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടേ. അതിങ്ങനെ നമുക്ക് ഇങ്ങനെ കഴുത്തിങ്ങനെ ഷെയ്ക്കായിട്ട് ഇളകിയൊന്നും പോകാതെ നമുക്കിങ്ങനെ കറക്റ്റ് ലെവലിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതുവഴി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെയാണ്, എന്താ ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം, കെട്ടിയിട്ട് തുടങ്ങണം. എന്നിട്ട് ഈ സൈഡിൽ കൂടെ സ്റ്റിഫി കയറണ്ട, നമ്മൾ സ്റ്റിഫി കയറാതെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ നടുക്കെത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തണം. എന്നിട്ട് കുത്തി നിർത്തിയാൽ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കണം. അപ്പോൾ ഇപ്പുറത്തോട്ട് വരും. ഒന്നുകൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ തിരിച്ചിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഈ എൻഡില്ലേ അവിടെയൊക്കെ നമുക്കൊന്ന് ചെറിയ കട്ടിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിൽ നമ്മൾ കൊള്ളിക്കരുത്. സ്റ്റിച്ച് കൊള്ളിക്കാതെ തന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ നോച്ചിട്ട് കൊടുക്കാം. അത് നമുക്ക് തിരിച്ചിടുമ്പോൾ സിമ്പിളായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് മറിച്ചെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ അറ്റം വെക്കുമ്പോൾ ഇങ്ങനെ മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇവിടെ കൊണ്ട് കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടടിക്കാം. അപ്പോൾ തയ്യൽ തുമ്പുകൾ ഇപ്പുറത്തോട്ട് ഈ സ്റ്റിഫിൻ്റെ വശത്തേക്ക് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് വെച്ച് വേണം പ്രസ് ചെയ്തടിക്കാൻ. അത് സ്റ്റിഫിൻ്റെ വശത്തേക്ക് വേണം നമ്മൾ തയ്യൽ തുമ്പ് വെക്കാൻ. ഇങ്ങനെ പ്രസ് ചെയ്തടിച്ച് ഇനി നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചിടാൻ പറ്റും. കണ്ടോ, എനിക്കൊരു അബദ്ധം പറ്റി. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചെന്നാൽ ഞാനിത് ഈ ലൈനിങ് അടിയിലിടാത്ത കൊണ്ട് ഈ സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്. ഈ സ്റ്റിഫിൻ്റെ ഈ വീതി അല്പം കുറച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റിഫ് വെക്കണ്ടായിരുന്നു. സ്റ്റിഫ് വെക്കാതെ മറിച്ച് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് നെറ്റാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ സ്റ്റിഫ് ഒന്നുകൂടി മടക്കി അടിച്ച് കുഞ്ഞായിട്ട് മടക്കി അടിച്ചിട്ട് ഇതിൻ്റെ വീതി കുറച്ച്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ അല്ലേ കാണത്തുള്ളൂ, മറ്റേത് വൈറ്റ് പുറത്ത് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെക്കുവാണേ, മറിച്ചിടണം. ഞാൻ വീതി കുറച്ച് വെട്ടിയാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുവാണേ. പ്രസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വെച്ച് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നെറ്റ് വെട്ടുമ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നതല്ല, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അടിയിൽ കൂടെ കാണും. അപ്പം ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ നെറ്റിൻ്റെ കാര്യം ഓർത്തില്ല, നെറ്റിൽ ലൈനിങ് ഇല്ലെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. പക്ഷെ ഞാൻ എന്നാലും ഇത് വീതി കുറച്ചപ്പോൾ ഇതിങ്ങനെ ഒന്നുകൂടി മടക്കി അടിച്ചപ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, അമ്മുങ്ങി ഇരിപ്പുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് കൂടി വേണേൽ അടിക്കുക, സ്റ്റിച്ച് ചെയ്യാം. ഞാനങ്ങനെ ചെയ്തേക്കുവാണേ. ഇവിടെ കൂടെ അത് പതിച്ചാലേ ഹെമ്മിങ് ചെയ്താലും മതി. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുവാണ്. ഞാൻ ഓർത്ത് ഇവിടെ മുകളിൽ വീല് ഒരു ലേസ് മേടിച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉടനെ വെക്കുന്നില്ല, ഇനി പോയി മേടിക്കും. നമ്മൾ ഫ്രണ്ടിൻ്റെ യോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലീവ് ചെയ്യാം. അതിനായിട്ട് അതിൻ്റെ മോശം വശം എടുത്തിടുക. എന്നിട്ട് നമുക്ക് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ സ്ലീവ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എക്സസ് ആയിട്ടുള്ള സംഭവമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. അതിനുശേഷം ഈ മോശം വശത്തേക്ക് നമ്മൾ ഈ ജോയിൻ ചെയ്യാനായിട്ട് താഴ്ഭാഗത്ത് ഇങ്ങനെ ഇതാണ് ജോയിൻ ചെയ്യുന്നത്. അത് നമ്മൾ താഴ്ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കണം. അതിനുശേഷം ഇത് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി
ഇങ്ങനെ ഒന്ന് മടക്കുക, ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 വേണം. ചെറിയതായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് ഈ അറ്റത്ത് കൂടെയും നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് വെക്കണം. നമുക്ക് അതിന് കൈ കുഴിച്ച് വെട്ടാനുണ്ട്. അത് ഞാൻ 2 സ്ലീവും ചെയ്തിട്ട് വരാം. അത് നെക്സ്റ്റ് സ്ലീവ് എടുക്കുക. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ 2 സ്ലീവും ഇതിപ്പോൾ ജോയിൻ ചെയ്തൊക്കെ വെച്ചുകൊണ്ട് എങ്ങാനും വല്ലതും ഇറക്കം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് വെട്ടണേ. കറക്റ്റായിട്ട് വെട്ടിയിട്ട് സെൻറ്റർ നോച്ചിടുക. അതിനുശേഷം ഇതിങ്ങനെ നല്ല വശവും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതങ്ങ് കുഴിച്ച് വെട്ടാം. പിന്നെ ഫ്രണ്ട് പീസുകൾ സമമായിട്ട് വെക്കണം. നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ചോളം ഇങ്ങനെ കുഴിച്ച് വെട്ടാം. നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയില്ലായിരുന്നു. കൈക്കുഴിയല്ല, ഈ കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടിയില്ല. ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ വെട്ടുന്നത്. നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈനിങ്ങുമായിട്ട് വിട്ടു പോയിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം. അപ്പം സ്ലീവിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ സ്ലീവ് മാറ്റി വെക്കാം. നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും ജോയിൻ ചെയ്തെടുക്കാം. ഇതിന് തൊട്ട് മുകളിൽ വെച്ച് നിർത്താം. ഇത് A ലൈൻ ആയതുകൊണ്ട് നമുക്ക് അവിടം വരെ മതി ജോയിൻ ചെയ്തത്. സ്ലിറ്റിൻ്റെ മാർക്കിങ്ങിന് തൊട്ട് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്താൽ മതി ലൈനിങ്ങുമായിട്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന തുണി കണ്ടോ, നമ്മൾ ലൈനിങ് ആണ് കറക്റ്റായിട്ട് വെട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കറക്റ്റായിട്ട് തന്നെ മെയിൻ ഫാബ്രിക് വെട്ടേണ്ട, കുറച്ച് കൂട്ടിയിട്ടോളാം. അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മിച്ചം കാണുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. സ്ലിറ്റ് വരെ മതി. വശവും ഇതുപോലെ നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് ഇങ്ങനെ സെൻറ്റർ കണ്ടുപിടിക്കാൻ മടക്കിയിടുക. നമുക്ക് ബാക്കിലെ കഴുത്ത് വെട്ടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിഫിലായിരുന്നു നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ഒരു 3.5 നമ്മൾ സ്റ്റിഫിൽ വെച്ചത്. അപ്പോൾ ഇതിൽ സ്റ്റിഫ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 3.4 മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മളിവിടെ കഴുത്തിനക്ക് ഇറക്കം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ ഒരു 3.25 ഇടുവാണ്. അത് മതി, എനിക്ക് ഒരുപാട് വേണ്ട. ഇവിടെ 3.25 തന്നെയാണ്. അവിടെ ഇതിങ്ങനെ സ്ക്വയർ വരച്ചിട്ട് അതൊരു റൗണ്ടായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊട്ടരികിൽ കൂടെ ഇങ്ങനെ ഇത് ജോയിൻ ചെയ്ത് അടിക്കണം. എങ്കിലേ നമുക്ക് കഴുത്ത് വേറൊരു തുണി വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷം ഒരു പീസ് എടുക്കുക. ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇതിങ്ങനെ ഇടുക. അതായത് നല്ല വശം താഴെ വരത്തക്ക രീതിയിൽ ഇടണം. എന്നിട്ട് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. 3.4 നമ്മളെടുത്ത് 3.4 6.5 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ചെയ്തിട്ട് നമുക്കിതിങ്ങനെ വെക്കാം. ഈ 3.4 6 മാർക്ക് ചെയ്താൽ അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങളൊരു പിന്നോ എന്തെങ്കിലും കുത്തി വെക്കണം. അപ്പോൾ ഇങ്ങനെ മാറിപ്പോകാതിരിക്കാം. എന്നിട്ട് ഇതിൻ്റെ 1/4 ഇഞ്ചല്ലേ നമ്മൾ തയ്യൽ തുമ്പിട്ടത്, ആ 1/4 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇതിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാതെ. എന്നിട്ട് നമുക്കിതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതിൽ കൊള്ളരുത്, കൊണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിട്ടുപോകും. അതിനുശേഷം നേരത്തെ കഴുത്തിൽ ചെയ്ത പോലെ തന്നെ ഈ സംഭവം കൂടുതലായിട്ടുള്ളത് ഇവിടെ ആയിട്ട് കുറച്ചിട്ടിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് അടിക്കണം, പതിച്ചടിക്കണം. അതായത് ഇങ്ങോട്ടിങ്ങനെ നീക്കി വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ പുറത്തു കൂടെയാണ് ഞാനിപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ല പീസിലല്ല കേട്ടോ.
അപ്പം പതിച്ചടിക്കുക. ഇതിന് ശേഷം ഇതിങ്ങനെ മറിച്ചിടുക. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ ഇങ്ങോട്ട് ഇച്ചിരി നീക്കിയിട്ട് വേണം കേട്ടോ. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, ഷോൾഡർ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. ആ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീക്കി, അത് ലാസ്റ്റ് നമുക്ക് അവിടെ ഫിനിഷ് ചെയ്യാം. ഇവിടെ പതിച്ചടിച്ചേക്കുക നേരത്തെ തന്നെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അത്രയും തന്നെ നീക്കി നിർത്താവേ. ഞാനിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടം വരെ മതി. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഷോൾഡർ അറിയാത്ത രീതിയിൽ ജോയിൻ ചെയ്യണം. അതിനുശേഷം ഈ ലൈനിങ്ങിൻ്റെ ഈ തുണികൾ ഇങ്ങനെ മടക്കി അടിച്ചേക്ക്. അപ്പോൾ ഇത് ഹെം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലൈനിങ് അടിഭാഗത്ത് മടക്കി അടിക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടാം. അതിനുള്ള തുണി എടുക്കാം. അപ്പോൾ ഇതിൽ 2.5 മീറ്റർ ഫാബ്രിക്കിലാണല്ലോ ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്ലീറ്റ്സ് കുറച്ചേ കിട്ടത്തുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3-3.5 മീറ്ററൊക്കെ എടുക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലപോലെ പ്ലീറ്റ്സ് ഒക്കെ കിട്ടും. ഇത് 2.5 മീറ്ററിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇത്രയേ ഉള്ളൂ പ്ലീറ്റ്സ് ഇടാനായിട്ട്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാം. പിന്നെ നമുക്കിത് തേച്ചെടുക്കണം. മടക്കി ഇങ്ങനെ വെക്കണം. ഇത്രയും ചെറിയ പ്ലീറ്റ്സുകളാണ് ഞാൻ ഇട്ട് നോക്കാം. ഒരു സ്ക്രൂ ഡ്രൈവറോ ഇറുക്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇടാം. 3.5 മീറ്ററൊക്കെ ഇടാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ടൊക്കെ കയറ്റി ഇടാമായിരുന്നു. അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ ചെയ്യാം. ഇത് ഞാൻ ഒരു ഉദ്ദേശം വെച്ചാണ് പ്ലീറ്റ്സ് ഇടുന്നത്. ആ 8 ഇഞ്ചിൻ്റെ അവിടം വരെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ, അവിടം വരെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ആ യോക്ക് വെച്ച് നോക്കണം നമുക്ക് എവിടം വരെ കിട്ടിയെന്ന്. ഞാനിത് പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലീറ്റ്സ് ഈ യോക്കുമായിട്ട് വെച്ച് നോക്കാം ഈ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പം ഈ പ്ലീറ്റ്സ് ഇങ്ങനെ നേരെ വെച്ച് നമുക്ക് തേച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് തേച്ചതിന് ശേഷം ഇത് യോക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യണം. നെക്ക് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ചതിന് ശേഷം നമ്മളിവിടെ എടുത്തില്ലേ, സമമായിട്ട് ഇങ്ങനെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ നെക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. വെച്ചിട്ട് ഈ സംഭവം ഇങ്ങനെ മടക്കി വെക്കണം. ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ചേർത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. നെക്കിൻ്റെ പുറത്തു കൂടി കാണാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പക്ഷെ ഇവിടെ ആയിട്ട് നമുക്കിവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തണം. ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിന്നു കുത്തി കൊടുക്കണം 3 വശത്തും, പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്നിട്ട് ഇങ്ങനെ ആ ലൈനിങ് ഒന്ന് മടക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ലൈനിങ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് സെൻറ്ററിലൊരു കട്ടിട്ടിട്ടുണ്ട്. കട്ട് സെൻറ്റർ എത്തുമ്പോൾ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ചുരിദാർ ലൈനിങ് ഇല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ലൈനിങ് വെക്കണമെങ്കിൽ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെയൊരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ വളച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പാടാം. മടക്കി അകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പുറത്തേക്ക് ലൈനിങ് കാണരുത്, എന്നാലും ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നെക്ക് ഇങ്ങനെ പിടിപ്പിച്ച് ഇനി നമുക്ക് നേരത്തെ പ്ലീറ്റ്സ് ഇട്ടില്ലേ, അത് നമുക്ക് ജോയിൻ ചെയ്യാം. നല്ല വശം കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇത് ജോയിൻ ചെയ്തെടുക്കണം. ആയിട്ട് വെച്ച് വേണം ജോയിൻ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തയ്യൽ തുമ്പ് ഈ നെറ്റിൽ കൂടെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്ത് അടിക്കാം. ലേസും എല്ലാം വെച്ച് കൊടുക്കും ഞാൻ. അപ്പോൾ ഇനി നമുക്കിനി ഈ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടി ജോയിൻ ചെയ്ത് അടിക്കാം. അതും സ്ലിറ്റിൻ്റെ ആ വശം വരെ മതി കേട്ടോ. അവിടം വരെ നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ലൈനിങ്ങിലാണ് സ്ലിറ്റിൻ്റെ അവിടം വരെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടം വരെ നമ്മൾ ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ. വശത്തും അങ്ങനെ
ജോയിൻ ചെയ്തെടുക്കാം. നമ്മളിവിടെ ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലൈനിങ് ആണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിത് എക്സസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിനായിട്ട് നമ്മൾ ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുന്ന ബാക്ക് പീസാണ്. അപ്പോൾ താഴെ നമ്മൾ ഇതും സമമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇവിടെ. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ ഇതില്ലേ, ഈ തയ്യൽ തുമ്പ്, അതിങ്ങനെ ബാക്ക് പീസിൻ്റെ ഇതിങ്ങനെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങോട്ട് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ നല്ല നീറ്റായിട്ട് കിട്ടും. 2 സ്റ്റിച്ച് കൊടുക്കണം, നിർബന്ധമായിട്ടും 2 സ്റ്റിച്ച് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഷോൾഡർ ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേണ്ട, നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇങ്ങനെ. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് കിടപ്പുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ നേരത്തെ കട്ട് ചെയ്ത് നമ്മളൊരു നോച്ച് ഇട്ട് വെച്ചായിരുന്നു തോന്നുന്നു. ഫ്രണ്ട് കുഴിച്ച് വെട്ടിയില്ലേ, അത് ഫ്രണ്ടിൽ തന്നെ വരണം. ഇങ്ങനെ വെച്ച് നോക്കാം. ഇത് തന്നെ ഇതാണ് കുഴിച്ച് വെട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ. അത് ശ്രദ്ധിക്കണം. അതൊന്ന് സെൻറ്റർ വെച്ച് തുടങ്ങണം. അപ്പോൾ നമ്മൾ സെൻറ്റർ തൊട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. വീണ്ടും ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് സെൻറ്ററിൽ നിന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണം. പ്രാവശ്യം സ്റ്റിച്ച് കൊടുത്തേക്കണം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത കൈയും പിടിപ്പിക്കാം. നമ്മൾ 2 കൈയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ടിട്ടുണ്ടല്ലോ, സ്ലീവ് റൗണ്ട് 9.5 അപ്പം 4.25. ഇവിടെ നമ്മൾ കൊടുത്തത് എത്ര തയ്യൽ തുമ്പായിരുന്നു? ഇവിടെ ഞാൻ 1.5 തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്. ഇത് മാർക്ക് ചെയ്ത് പിന്നെ സ്ലിറ്റിൻ്റെ അവിടം വരെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ഫ്ലെയർ ആയിട്ട് അടിക്കുവാണേ. ഇവിടെ ഞാൻ 2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് ഇവിടം വരെ അടിച്ച് നിർത്താം. ഇവിടം വരെ ഇങ്ങനെ അടിച്ച് നമ്മൾ നിർത്തുന്നു. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇഞ്ച് നീക്കി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യണം. ഇനി അപ്പുറത്തെ സൈഡും ഇതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ലൈനിങ്ങുകൾ 2 കൂടി മാറ്റിയിട്ട് മാറ്റാൻ പറ്റുന്നില്ല, അവിടെ ഇച്ചിരി അഴിച്ചേക്കാം ലൈനിങ് പീസ്. ലൈനിങ്ങുകൾ 2 കൂടി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യണം മെയിൻ ഫാബ്രിക്കിൽ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോരുക. ഇത് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങോട്ട് അകത്തേക്ക് മാറ്റിയിട്ട് ലൈനിങ്ങുകൾ തമ്മിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി. അതൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യാം. ലൈനിങ് മാറ്റി കൊടുക്കാം, അകത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക. അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. എന്നിട്ട് ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് അടിയിൽ മടക്കിയടിക്കണം. അതിനായിട്ട് നമ്മൾ നോക്കുക, ഇതിങ്ങോട്ട് മാറ്റിയിട്ട് താഴെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇച്ചിരി മാറ്റമുണ്ട്. ഇങ്ങനെ 2ആയിട്ട് മടക്കിയിടണം. ബാക്ക് പീസുകൾ കണ്ട ഇച്ചിരി താന്ന് കിടക്കുന്നു, അത് നമ്മളിങ്ങനെ ഒന്ന് വളച്ച് വെട്ടിക്കൊടുത്താൽ മതി. അങ്ങോട്ട് വെട്ടിക്കൊടുക്കണം. ഇനി ഇത് നമുക്ക് മടക്കിയടിക്കാവേ. ബാക്കിയെല്ലാം കറക്റ്റ്. ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി മടക്കിയാൽ മതി. അപ്പോൾ
സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ ഒരു നല്ലപോലെ പ്ലീറ്റ്സ് വീതിക്കിടുന്ന രീതിയിലുള്ള കുർത്തി ഞാൻ ഇനിയും കാണിക്കാവേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.